അഭിമന്യ പിതാവായ യൂലിയോസ് തിരുമേനി, പിന്നെ പിതാവായ അന്തിമോസ് തിരുമേനി, വന്നിയ കോർപ്പിസ്കോപാച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ഈ പള്ളിയിലെ പ്രിയപ്പെട്ട വികാരിമാർ, ട്രസ്റ്റീസ്, സഭ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഭക്തസംഘടനാ ഭാരവാഹികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പീഠാനുഭവവാരത്തിൻ്റെ അതിശ്രേഷ്ഠമായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്. പെസഹ പെരുന്നാൾ പുതിയ നിയമസഭയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള അടിത്തറയായി നമ്മൾ കാണുന്നു. ക്രിസ്തു ക്രൂശിൽ മരിച്ച് ഖബറടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, തൻ്റെ ശരീരം കീറിമുറിച്ച് അപ്പക്കഷണങ്ങളായി നമുക്ക് നൽകുകയും തൻ്റെ രക്തം പകർന്നു നമ്മെ പെസഹ പെരുന്നാളിലൂടെ കുടിപ്പിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തോട് ശരീരമായും അസ്ഥിയോട് അസ്ഥിയായും ആത്മാവോടും ചേർന്ന് നിൽക്കുവാനുള്ള നമ്മുടെ കർത്താവും ദൈവവുമായവൻ്റെ തീക്ഷ്ണമായ സ്നേഹത്തിൻ്റെ ഭാവമാണ് അതിലൂടെ പ്രകടമാക്കുന്നത്. അനുദിനമായ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ക്രിസ്തുഭാവം ഉണ്ടായിരിക്കണമെന്നുള്ള ചിന്തയും അതിൻ്റെ സന്തുഷ്ടമായിട്ടുള്ള അനുഭവജ്ഞാനവുമാണ് അതിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. കർത്താവിൻ്റെ ജീവിതത്തിലെ അതിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുന്ന പെസഹ രഹസ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സുവിശേഷം കുറിക്കുക അസാധ്യമാണ്. ക്രിസ്തു സംഭവത്തെ, ക്രൈസ്റ്റ് ഈവൻ്റ്, അതിനെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതും പെസഹ പെരുന്നാൾ തന്നെയാണ്. ലോകത്തെ ക്രിസ്തുവിന് ശേഷമുള്ള എല്ലാ മഹാന്മാരും ക്രിസ്തുവിനെ വ്യത്യസ്തമായി കാണുന്നതിൻ്റെ പ്രധാന കാരണം ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ പ്രബോധിപ്പിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിലൂടെ നിവർത്തിതമാക്കി എന്നത് തന്നെയാണ്. ഒരു മാതൃകാ വ്യതിയാനം എല്ലാ അർത്ഥത്തിലും നമ്മുടെ കർത്താവും ദൈവവുമായവൻ്റെ ശുശ്രൂഷ കാലത്ത് നമുക്ക് കാണുവാൻ ഇടയായിട്ടുണ്ട്. അതിൻ്റെ ഒരു കൾമിനേഷനായി നമുക്ക് കാണാൻ സാധിക്കും കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരുടെ കാലുകൾ കഴുകി അതിനെ തൈലം പൂശി ചുംബിക്കുന്ന ആ അനുഗ്രഹീതമായ വിനയപ്പെടലിൻ്റെ, താഴ്മപ്പെടലിൻ്റെ ദൃശ്യം. അതിൻ്റെ ഒരു ദൃശ്യ ആവിഷ്കരണമാണ്, അതിൻ്റെ മെമ്മോറിയലായിട്ടാണ്, ഓർമ്മയ്ക്കായിട്ടാണ് ഈ പെസഹ പെരുന്നാളിൽ കർത്താവ് അപ്പോസ്തലന്മാരുടെ കാലുകൾ കഴുകി തൈലം പൂശി അവരുടെ കാലുകൾ ചുംബിച്ച് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ് ഓരോരുത്തരും വെമ്പൽ കൊള്ളേണ്ടത് എന്നുള്ള അതിമഹത്തായ ഒരു സന്ദേശവും ക്രിസ്തു തരികയുണ്ടായി. നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ എല്ലാം വീടുകളിൽ പഴയ കാലത്തൊക്കെ ഉമ്മറപ്പടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടാകും. അന്നൊന്നും ലോക്ക് ടൈൽസ് വിരിച്ച നടപ്പാതകളൊന്നുമല്ലല്ലോ ഉള്ളത്. ചെളിയിലൂടെയും അതുപോലെ തന്നെ മണ്ണിലൂടെയും ഒക്കെ നടന്നു വരുമ്പോൾ, പാടത്ത് പണിയെടുത്തും റോട്ടിലെ ചെളിയിടങ്ങളിലൂടെയൊക്കെ നടന്നു വരുമ്പോൾ, വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാലുകൾ വൃത്തിയാക്കി കൈയും മുഖവും കഴുകി വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു രീതിയുണ്ട് പണ്ട് കാലത്തൊക്കെ. ഇപ്പോൾ അങ്ങനെയുള്ള രീതികളൊക്കെ വിരളമാണ്. കാരണം എല്ലാവർക്കും ധരിക്കുവാൻ പാദരക്ഷയുണ്ട്. നടക്കുന്ന നടപ്പാതകളെല്ലാം ഇപ്പോൾ ടൈൽ വിരിച്ച് എല്ലാം വൃത്തിയായിട്ട് ഉള്ള നടപ്പാതകളൊക്കെയാണ്. എന്നാൽ യഹൂദ സഭയിൽ നമ്മുടെ കർത്താവിൻ്റെ കാലത്ത്
പൊടിപടലം നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട് അത്താഴ വിരുന്നിനും അതുപോലെ തന്നെ വിരുന്ന് സൽക്കാരത്തിനുമൊക്കെ വരുമ്പോൾ അവരുടെ കാലുകൾ കഴുകി ശുദ്ധീകരിച്ച് തൈലം പൂശുവാൻ പ്രത്യേകം ആളുകളെ നിയോഗിക്കുമായിരുന്നു. അടിമകളാണ് അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സമ്പന്നർക്ക് അല്ലെങ്കിൽ അടിമകൾ ഉള്ളവർക്ക് അവരുടെ അടിമയായി ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ള ശുശ്രൂഷകൾ നിർവഹിക്കും. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരുടെ കാലുകൾ കഴുകുന്നതെന്ന വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. അവർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കം ചെന്നെത്തുന്നത് ഒരു മാതൃകാ വ്യതിയാനത്തിലേക്കാണ്. ഒരുപക്ഷെങ്കിൽ ലോകത്ത് അന്ന് വരെയും ഒരു ഗുരുവും തൻ്റെ ശിഷ്യൻ്റെ പാദം കഴുകി ചുംബിച്ചിട്ടില്ല. നമ്മുടെ ഭാരത സംസ്കാരത്തിൽ കാലുകൾ തൊട്ട് വന്ദിക്കുക, നമസ്കരിക്കുക, ഇതൊക്കെ തികച്ചും സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഗുരുവിൻ്റെ പാദം ചുംബിക്കുക, ഗുരുവിൻ്റെ പാദം തൊട്ട് നമസ്കരിക്കുക, അല്ലെങ്കിൽ കാരണവന്മാരുടെ പാദം തൊട്ട് നമസ്കരിക്കുക, ഇതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ ഗുരു ശിഷ്യൻ്റെ പാദം കഴുകി സുഗന്ധം പൂശി ചുംബിക്കുക എന്നുള്ളത് ലോകത്ത് ആദ്യമായും അവസാനമായും നടന്ന ഒരു ചരിത്ര സംഭവമാണ് എന്നുള്ളതുകൊണ്ട് എത്രമാത്രം അഹങ്കാരത്തിൻ്റെയും പാപത്തിൻ്റെയും തിന്മയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അനുഭവത്തിൽ നിന്നും താഴ്മ ധരിക്കണമെന്നുള്ള ശക്തമായ സന്ദേശം ഈ പ്രകടനത്തിലൂടെ, ഈ കാൽകഴുകൽ ശുശ്രൂഷയിലൂടെ നമ്മുടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ക്രിസ്തുവിൻ്റെ ചൈതന്യവത്തായ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ മൂർത്തിഭാവമാണ് നാം ഇവിടെ കാണുന്നത്. കാൽവറിയിൽ പൂർത്തിയാക്കപ്പെടേണ്ടുന്ന തൻ്റെ മരണം പെസഹ രഹസ്യത്തിലൂടെ വെളിപ്പെടുത്തുന്ന വ്യാഴാഴ്ചയാണല്ലോ പെസഹ പെരുന്നാൾ. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സംഗമം. ആ സംഗമത്തിൽ ദൈവം ലോകത്തിൻ്റെ ചിന്തയിൽ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പരാജയപ്പെടുന്നു എന്ന് ഒരുപക്ഷെങ്കിൽ വിലയിരുത്താം. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ക്രൈസ്തവൻ്റെ ദൈവം തോറ്റുപോയവനാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിലായിരിക്കുന്നവർക്ക് ഏതവസ്ഥയിലും ആശ്രയമാണ് ദൈവം എന്നുള്ളത് തോൽവിയുടെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യനെ ദൈവം അവിടെ വ്യത്യസ്തമായ പാഠം പഠിപ്പിച്ച് തോൽവിയുടെ വഴികളിലൂടെ സഞ്ചരിച്ച് ധൈര്യം പകർന്നു തരുന്ന അനുഭവത്തിലേക്ക് നമ്മെ കൈക്ക് പിടിച്ചു നടത്തുന്നു. ഇവിടെ സ്വയം വിനയപ്പെട്ട്, ചെറുതായി മുറിക്കപ്പെട്ട്, വികലമാക്കപ്പെട്ട് ഭക്ഷണമായി, പാനീയമായി ദൈവം മനുഷ്യനിൽ അലിയുന്ന കാഴ്ചയാണ് പെസഹ പെരുന്നാളിൽ നാം ധ്യാനിക്കുന്നതും നമുക്ക് ബോധ്യപ്പെടുന്നതും. ഒരാൾ ജീവിതത്തിൽ തോറ്റുപോകുന്നതിൻ്റെ തെളിവും കൂടിയാണ് കാൽക്കൽ വീഴുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പരാജയത്തിൻ്റെ മധ്യത്തിൽ ക്ഷമിക്കുവാൻ അല്ലെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കാൽക്കൽ വീഴുക സ്വാഭാവികമാണ്. എന്നാൽ യേശു കാൽക്കൽ വീഴുക മാത്രമല്ല, ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് അവരുടെ ദാസനെ പോലെ ആകുകയും ചെയ്യുന്നു. തോൽക്കാൻ മനസ്സില്ലാത്ത, താഴ്ന്നു കൊടുക്കാൻ ഉള്ള താല്പര്യമില്ലാത്തവർ, ശുശ്രൂഷിക്കപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും മാത്രം ആഗ്രഹിക്കുന്ന മനസ്സിൻ്റെ ഉടമകളായ നമുക്ക് എത്രമാത്രം ഈ കർമ്മത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ധ്യാനചിന്ത. യേശുക്രിസ്തു പരിത്യാഗത്തിൻ്റെ പുത്തൻ നിർവചനമാണ് അപ്പോസ്തലന്മാരുടെ കാലുകൾ കഴുകുന്നതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മാതൃകാ വ്യതിയാനമെന്ന്, പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. അരയിൽ സ്നേഹത്തിൻ്റെ തുവാല ചുറ്റി ശിഷ്യൻ്റെ മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ അഹങ്കാരത്തിലും സ്വയം പ്രശംസയിലും അമർത്തി ചവിട്ടിയിട്ടുള്ളവരുടെ കാലുകൾ കഴുകുമ്പോൾ എത്രമാത്രം ക്രിസ്തു ഹൃദയം
വേദനപ്പെട്ടിട്ടുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതാണ്. അവരുടെ മനോഭാവത്തെ, ആരാണ് വലിയവൻ എന്നുള്ള അവർക്കിടയിലുള്ളതായ ചിന്തയിൽ ഗുരുവിൻ്റെ പാദം കഴുകുവാൻ ആരും തന്നെ മുന്നോട്ട് വന്നില്ല. ആര് കഴുകണമെന്നുള്ള ആശയക്കുഴപ്പത്തിൽ നിന്നുമാണ് കർത്താവ് തന്നെ ശിഷ്യന്മാരുടെ പാദം കഴുകി നിങ്ങൾ ഇതുപോലെ മറ്റുള്ളവരുടെയും പാദം കഴുകണമെന്ന് പറഞ്ഞ് അവരെ പ്രബോധിപ്പിക്കുന്നത്. എനിക്കൊരു സന്ദേശം വരികയുണ്ടായി. കാല് കഴുകൽ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. തിരുമേനി കാല് കഴുകുന്നത് നന്നായി കാലൊക്കെ വൃത്തിയാക്കി കഴുകുന്നതിന് വേണ്ടി ഒരുങ്ങി വരുന്ന ഏതാനും വൈദികരുടെ കാലല്ലേ കഴുകുന്നത്. അതൊരു കൂദാശ കർമ്മമായിട്ടാണ് എല്ലാവരും കാണുന്നത്. എന്നാൽ അഴുകിയ കാലുമായി, വെടിപ്പില്ലാത്ത കാലുമായി, പ്രത്യേകം ഒരുങ്ങി വരാത്ത ആളുകളുടെ കാലുകൾ കഴുകുന്നതിൽ എത്രമാത്രം ശ്രദ്ധ കാണിക്കും, അല്ലെങ്കിൽ എത്രമാത്രം അതിന് താല്പര്യം കാണിക്കുമെന്നൊക്കെ ചോദിച്ചൊരു മെസ്സേജ് എനിക്ക് വരികയുണ്ടായി. ഞാൻ പ്രത്യേകിച്ച് മറുപടിയൊന്നും കൊടുത്തില്ല. യഥാർത്ഥത്തിൽ ഈ കാൽ കഴുകൽ ശുശ്രൂഷ ഒരു സിംബോളിക്കായിട്ട് നടത്തുന്ന ഒരു കാര്യമാണ്. കർത്താവ് പറയുന്നുണ്ട്, ഇതുപോലെ നിങ്ങളും ചെയ്യുവീനെന്ന് പറയുന്നുണ്ട്. ഈ കാൽ കഴുകൽ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടുമ്പോൾ സ്വയം വിനയപ്പെടുവാനും അഹങ്കാരത്തിൻ്റെയും വിജയത്തിൻ്റെയും അതുപോലെ തന്നെയുള്ള ഉയർച്ചയുടെയും പദങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സ്വയം വിനയപ്പെടുവാനും എളിമപ്പെടുവാനും വിശുദ്ധീകരണം പ്രാപിപ്പാനുമുള്ള ഒരു ശുശ്രൂഷയായി ഇതിനെ നാം കാണുമ്പോൾ, ഈ പാദ ശുശ്രൂഷയിലൂടെ നിങ്ങൾ ഓരോരുത്തരുടെയും, സ്ത്രീയെന്നോ പുരുഷനെന്നുള്ള വ്യത്യാസമില്ലാതെ, ധനവാനെന്നോ ദരിദ്രനെന്നുള്ള വ്യത്യാസമില്ലാതെ, രോഗിയെന്നോ ആരോഗ്യവാനെന്നുള്ള വ്യത്യാസമില്ലാതെ, നിങ്ങൾ ഓരോരുത്തരുടെയും പാദം കഴുകി ചുംബിച്ച് തൈലം പൂശി സുഗന്ധം പൂശി നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ശുശ്രൂഷയാണ് ഇതെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. സമയം അനുവദിക്കുമായിരുന്നുവെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം വാർദ്ധക്യത്തിലായ അവഗണിക്കപ്പെടുന്ന അവരുടെ പ്രതിനിധിയായി ഒന്നോ രണ്ടോ കപ്പിൾസ് മാതാപിതാക്കന്മാരുടെ പാദം കഴുകുന്നതിന് ഞാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഇന്ന് യൗവനത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന, വഴിതെറ്റിപ്പോകുന്ന, തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന യുവാക്കന്മാർ, അവരിൽ ഒന്നോ രണ്ടോ പേരെ തിരഞ്ഞെടുത്ത് അവരുടെ പാദം കഴുകി സുഗന്ധം പൂശി ചുംബിക്കുന്നതിലൂടെ മുഴുവൻ യങ്സ്റ്റേഴ്സും യുവാക്കന്മാർ കർത്താവിൻ്റെ സ്നേഹത്തിൽ അവരെ ചാലിച്ചെടുത്ത് അവരുടെ അഹങ്കാരത്തിൻ്റെയും അവരുടെ തെറ്റായ പാതയിലുള്ള നടപ്പിനെയും ഒക്കെ വിശുദ്ധീകരിച്ചുകൊണ്ട് നേരായ മാർഗത്തിലൂടെ നടക്കുവാൻ അവരുടെ പാദം കഴുകി ചുംബിച്ച് തൈലം പൂശി അവരെ കർത്താവിനോട് ചേർത്ത് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ഫ്രാജൈലായിട്ടുള്ള ഒരു ഏജാണ്. അവരുമൊക്കെ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വളരെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അവരെയും ചേർത്ത് നിർത്തി അവരുടെ പ്രതിനിധിയായി കുഞ്ഞുങ്ങളുടെ കാലുകൾ കഴുകി സുഗന്ധം പൂശി അവരെയും കർത്താവിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ അവരെയും ചേർത്ത് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം ഒരു പ്രകടനമായി അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ മറ്റൊരു കാൽ കഴുകൽ ശുശ്രൂഷയിൽ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായി, കാൽ കഴുകലിന് ശേഷമുള്ള കാൽ കഴുകലായി അത് എല്ലാവരിലേക്കും എത്തിപ്പെടുവാൻ ആ സന്ദേശത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. നിശ്ചയമായിട്ടും എല്ലാവരും നമുക്ക് മുന്നിൽ വലിയവരാണ്. വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും നിസ്സാരനെ പോലെയും ഏറ്റവും ചെറിയവനെ പോലെയും ആയിരിക്കണമെന്ന് ക്രിസ്തു നമ്മെ പ്രബോധിപ്പിക്കുന്നു. നിശ്ചയമായിട്ടും അപ്പോസ്തലന്മാരുടെ കാലുകൾ കഴുകുമ്പോൾ അവർക്കിടയിലുണ്ടായതായ വ്യത്യസ്ത അഭിപ്രായം, ഗുരുവിൻ്റെ കാൽ കഴുകുന്നതിന് ആരും മുന്നോട്ട് വന്നില്ല എന്നുള്ള ചിന്ത അവരുടെ മേൽ പതിച്ചിരിക്കുന്ന, ഇത്രയും കാലം അവരോട് ഒന്നിച്ച് നടക്കുകയും അവരാരാണെന്നും ക്രിസ്തു എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയ അപ്പോസ്തലന്മാർ ഈ വിമുഖത കാണിച്ചതിൽ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ആ പാത്രത്തിലെ വെള്ളത്തിൽ അപ്പോസ്തലന്മാരുടെ കാലുകൾ കഴുകുമ്പോൾ കർത്താവിൻ്റെ കണ്ണിൽ നിന്നും പതിച്ചിട്ടുണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പ്രിയമുള്ളവരെ,
വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. I have set you an example that you should do as I have done to you. ഞാനൊരു മാതൃക നിങ്ങൾക്ക് കാട്ടിത്തരുന്നു. നിങ്ങൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരോടും ചെയ്യണം എന്ന് ക്രിസ്തു ഇവിടെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ദൈവത്തിങ്കിലേക്ക് എത്തിയവർക്ക് വിശുദ്ധീകരണം വഴിയായി, തൈലം പൂശുന്നത് വഴിയായി, അഹങ്കാരത്തിൽ നിന്നും, കോപത്തിൽ നിന്നും, വെറുപ്പിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും ഈ കഴുകൽ വഴിയായി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ വിനയപ്പെടുവാനും മറ്റുള്ളവരിൽ അനേകരിൽ ഏറ്റവും താഴ്ന്നവരെ, അവരുടെ ശ്രേഷ്ഠതയെ കണ്ടെത്തുവാനും അവരെ ചേർത്ത് വയ്ക്കുവാനുമുള്ള വലിയ വിളിയും നിയോഗവും ഇതിൽ അടങ്ങിയിരിപ്പുണ്ട്. വാത്സല്യ ദൈവമക്കളെ, ദൈവത്തിങ്കിലേക്ക് എത്തുന്നവർക്ക്, ദൈവത്തിങ്കലായിത്തീരുന്നവർക്ക്, ക്രിസ്തുവിനെ കേന്ദ്രീകൃതമാക്കി ജീവിതത്തെ നയിക്കുന്നവർക്ക് മനുഷ്യരിലേക്ക് എത്താതിരിക്കാനാവില്ല. മനുഷ്യൻ്റെ നൊമ്പരങ്ങളും അവൻ്റെ വേദനകളും അവൻ്റെ ഇല്ലായ്മകളും അവൻ്റെ പരിമിതികളും അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവനായ ദൈവത്തെയാണ് ക്രിസ്തുവിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്, ഈ മേഖലയുടെ ചുമതല വഹിക്കുന്ന അഭിവന്ദനായ തിരുമേനി ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് ഒറ്റപ്പെട്ട് താമസിക്കുന്ന വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ, അവരെ ശുശ്രൂഷിക്കുന്നതിന്, അവരെ പരിചരിക്കുന്നതിന്, അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നതിന്, അവരെ ശുദ്ധീകരിക്കുന്നതിനൊക്കെ തിരുമേനി എടുക്കുന്നതായ അദ്ദേഹത്തിൻ്റെ കർമ്മ പദ്ധതികളിലെ അതിശ്രേഷ്ഠമായ ശുശ്രൂഷകൾ. ഇതൊക്കെ ചെയ്യുവാൻ ഞാനും നിങ്ങളുമൊക്കെ ഒരുപോലെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. അവഗണിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് സാധിക്കുമ്പോൾ, രോഗികളായിരിക്കുന്നവർക്ക് അവരിലേക്ക് എത്തിപ്പെടുവാൻ നമുക്ക് സാധിക്കുമ്പോൾ, സാന്ത്വനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒരു സ്പർശം പ്രാർത്ഥനയിലൂടെ, സാന്നിധ്യത്തിലൂടെ നമുക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുമ്പോൾ അവിടെയെല്ലാം ക്രിസ്തുവാണ്, ക്രിസ്തുഭാവമാണ് നമ്മിലൂടെ വെളിപ്പെടുന്നത്. കുഷ്ഠരോഗിയുടെ വ്രണങ്ങൾ ചുംബിച്ച അസീസിയിലെ ഫ്രാൻസിസിന് കിട്ടിയ വെളിപാട് എത്രയോ ശ്രേഷ്ഠമാണ്, എത്രയോ പ്രസിദ്ധമായ ഒരു വെളിപാടാണത്. എതിരെ വന്ന കുഷ്ഠരോഗിയെ അസീസിയിലെ ഫ്രാൻസിസ് ചുംബിക്കുന്നുണ്ട്. അദ്ദേഹം മുഴുവൻ കുഷ്ഠം പിടിച്ച മനുഷ്യനെ ചുംബിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 5 വ്രണങ്ങൾ ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവനും ശുദ്ധിയായി. 5 വ്രണങ്ങൾ മറ്റൊന്നുമായിരുന്നില്ല, 2 കാലുകളും 2 കൈപ്പത്തികളും 2 കാൽപാദങ്ങളും, വിലാവിലെ ഒരു വ്രണവും. 5 വ്രണങ്ങൾ മാത്രമായി അവശേഷിച്ച് ആ കുഷ്ഠരോഗിയുടെ ഒരു ചുംബനം കൊണ്ട് മുഴുവൻ സൗഖ്യം പ്രാപിച്ചു. യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ദൈവമേ, ഭൂമിയിലെ മുറിവേൽക്കപ്പെട്ട മനുഷ്യരുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നവൻ നീ തന്നെയാണോ എന്ന് ഫ്രാൻസിസ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അവിടെ അസീസിയിലെ ഫ്രാൻസിസ് ചുംബിച്ചത് മറ്റാരെയും ആയിരുന്നില്ല, യേശുക്രിസ്തുവിനെ ആയിരുന്നു. മുഴുവൻ കുഷ്ഠം നിറഞ്ഞ മനുഷ്യനെ ചുംബിക്കുന്നതിലൂടെ അവരുടെ ദേഹം മുഴുവനും ശുദ്ധിയായപ്പോൾ തെളിഞ്ഞു വന്നത് 2 കൈപ്പത്തികളിലെയും 2 കാൽപ്പത്തികളിലെയും വിലാവിലെയും വടുക്കൾ മാത്രമായിരുന്നു. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് തരുന്ന ഒരു സൂചനയാണ്. നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന, നമ്മുടെ മുമ്പിൽ നാം കണ്ടിട്ടും കാണാത്ത മട്ടിൽ നടന്നകലുമ്പോൾ പലപ്പോഴും പലരും ക്രിസ്തുവായി നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വേദനിക്കുന്നവനായി, രോഗിയായി, പീഡനമേൽക്കുന്നവനായി, പീഡിപ്പിക്കപ്പെട്ടവനായി, അങ്ങനെ അനേകർ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്ന അനേകം ക്രിസ്തുവിനെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഈ നഷ്ടബോധത്തിൽ നിന്നുമുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ് ഈ വെള്ളം കൊണ്ടുള്ള കഴുകൽ, നമ്മുടെ അജ്ഞാന അന്ധകാരത്തിൽ നിന്നുമുള്ള
തുറന്ന വെളിച്ചത്തിലേക്കുള്ള പ്രകാശം വീശുന്ന രശ്മികളായി നമ്മുടെ ഉൾനയനങ്ങൾ തുറക്കുന്നതിനും ക്രിസ്തുവിലൂടെ, ക്രിസ്തു നമുക്ക് പഠിപ്പിച്ചു തന്നതായ പാഠങ്ങളിലൂടെ, ക്രിസ്തു തൻ്റെ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തിയതായ അനുഭവസത്തയിലൂടെ ജീവിക്കുവാനും ആ ജീവിതം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അത് സമൂഹത്തിന് മുഴുവനും സാക്ഷ്യമാകുവാനും ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശുശ്രൂഷയിലൂടെ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്. പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഈ അനുഗ്രഹീത ദൈവാലയത്തിൽ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇവിടെ കാൽകഴുകൽ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. വളരെ സന്തോഷത്തോടും അതിലുപരി കൂടുതൽ വിനയാന്വിതനായും കൊണ്ടാണ് ഈ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ശ്രേഷ്ഠ ബാവ തിരുമേനി, പുണ്യശ്ലോകനും പാവന ചരിതനുമായ തോമസ് പ്രഥമൻ ബാവ തിരുമേനി എത്രയോ വർഷങ്ങൾ ഇവിടെ താമസിച്ച് ഈ മേഖലയുടെ അല്ലെങ്കിൽ കോതമംഗലം ഭദ്രാസനത്തിൻ്റെ മാത്രമായിരുന്നില്ല, സുറിയാനി സഭയുടെ അമരത്തെന്നതുപോലെ അദ്ദേഹം ഈ സഭയെ എത്രമാത്രം ശ്രേഷ്ഠതയോടുകൂടി നയിച്ചു എന്നുള്ളതുമൊക്കെ ഈ സമയത്ത് ഓർക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ മധ്യസ്ഥത ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഈ സഭയ്ക്ക് ചെയ്തിട്ടുള്ള അതിശ്രേഷ്ഠമായ ശുശ്രൂഷകൾ ഈ സഭയ്ക്ക് ഒരു കാലത്തും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ പള്ളി കാര്യത്തിൽ നിന്നും ശ്രേഷ്ഠ ബാവ തിരുമേനിക്ക് ഈ ഭദ്രാസനത്തിന് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതും എണ്ണി എണ്ണി പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരു ദേവാലയത്തിൽ ചെറിയ പള്ളിയും വലിയ പള്ളിയും ഒരുപോലെ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ സഭയ്ക്ക് ഏറ്റവും വലിയ അഭിമാനത്തിൻ്റെയും അതുപോലെയുള്ള നമ്മുടെ വളർച്ചയുടെയും നമ്മുടെ നിലനിൽപ്പിൻ്റെയും വിശ്വാസ സ്ഥിരതയുടെയും ഒക്കെ പ്രതീകമായി നിലകൊള്ളുന്നു എന്നുള്ളതിൽ ഈ പരിശുദ്ധ ദൈവാലയത്തിൽ വന്ന് ഈ കർമ്മം അനുഷ്ഠിക്കുവാനുള്ള ഭാഗ്യമുണ്ടായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പള്ളിയിലെ പ്രിയപ്പെട്ട ട്രസ്റ്റിമാരെയും കമ്മിറ്റി മെമ്പേഴ്സിന് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകമായി സ്നേഹത്തോടെ ഈ സമയത്ത് ഓർത്തവരോടുള്ളതായ നന്ദി വളരെ വിനയത്തോടുകൂടി ഇപ്പോൾ സമർപ്പിക്കട്ടെ. ഇനിയും തുടർന്നുള്ള കാലുകഴുകൽ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബലഹീനനായ എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനിയും വരുന്ന ദിവസങ്ങളിൽ കർത്താവിൻ്റെ ക്രൂശുമരണത്തിൻ്റെയും അതുപോലെ തന്നെ പുനരുത്ഥാനത്തിൻ്റെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കഷ്ടപ്പാടിൻ്റെ വാതായനങ്ങൾ അടയ്ക്കപ്പെടുമ്പോൾ അവിടെ തുറക്കപ്പെടുന്നത് ഉത്ഥാനത്തിൻ്റെ സമൃദ്ധിയുടെ വലിയ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വാതായനങ്ങളാണ് എന്നുള്ള ചിന്തയോടുകൂടി എപ്പോഴും കഷ്ടതയും പ്രയാസങ്ങളും അതിൽ തന്നെ നിലനിൽക്കുന്നതല്ല, അതിനപ്പുറത്തുള്ള ഒരു വലിയ പ്രതീക്ഷയുടെ കിരണങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട് എന്നുള്ളതായ ബോധ്യത്തോടുകൂടി പുനരുത്ഥാനത്തിൻ്റെ അതിശക്തമായ പ്രമേയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കാൽവറി അനുഭവത്തിൽ നിന്നും പ്രത്യാശയുടെ വലിയ അനുഭവമുള്ളവരായി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ക്രൈസ്തവ കൂട്ടായ്മയിലൂടെ വ്യക്തികളായും കുടുംബങ്ങളായും ഈ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ, കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു. തുടർന്നുമുള്ള ഈ ചടങ്ങുകൾക്കായി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ചേർന്ന് നിൽക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.